അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, അതാണ് ട്രാക്ക് റെക്കോർഡ് മോശമാണ് സർ. അതായത് ആരുടെ ട്രാക്ക് റെക്കോർഡ്? അത് ഭരിക്കുന്ന എല്ലാ ഘട്ടത്തിലും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പലർക്കും ഉണ്ടെന്ന് ലാൽകുമാർ പറഞ്ഞു. നമ്മളിപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകണമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ജനങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തകിടം മറിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. ഒരു ചെറിയ ഉദാഹരണം ഇവിടെ ചൂണ്ടിക്കാട്ടിയത് ഞാൻ താങ്കളുടെ മുമ്പാകെ വെക്കുകയാണ്. അജിത് പവാറിനെ കുറിച്ച് അദ്ദേഹം നിങ്ങളുടെ പാളയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങളുടെ നേതാവ് അമിത്ഷാ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്? അദ്ദേഹം നിങ്ങളുടെ പാളയത്തിലെത്തിയതിന് അടുത്ത ദിവസം അതൊക്കെ പോയോ? എവിടെ എത്തിയ 66,000 കോടിയുടെയൊക്കെ അഴിമതിയുടെ ആരോപണത്തിൻ്റെ ബാക്കി തുടർ അന്വേഷണം? ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയണോ? ഡോക്ടർ ലാൽ, എനിക്ക് അഡ്വക്കേറ്റ് ലാൽകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇൻഫർമേഷൻസും ശ്രീ VPP മുസ്തഫ പറഞ്ഞതിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ സമയം ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തോട് പ്രത്യേകിച്ചൊന്നും ആൻസർ പറയാനില്ല. പക്ഷേ VPP മുസ്തഫയുടെ വാദത്തോട് എനിക്ക് അത്ഭുതമാണ് ഡോക്ടർ ലാൽ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമുക്കെപ്പോഴും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ആ രീതി മറ്റുള്ളവർ തുടരുന്നുണ്ടോ, അങ്ങനെയാണോ മറ്റുള്ളവർ തുടരുന്നത് എന്ന് സംശയിക്കപ്പെടുക. VPP മുസ്തഫയ്ക്ക് അദ്ദേഹത്തിന് അതിന് കഴിയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം CPM-ൻ്റെ സമുന്നതനായിട്ടുള്ള കേരളത്തിലെ നേതാവാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജോസ് കെ മാണിയുടെ അനുഭവം നന്നായിട്ട് അറിയുന്നുണ്ടാവും. ജോസ് കെ മാണിയെക്കുറിച്ച് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ VS നടത്തിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് നടത്തിയിട്ടുള്ള പ്രസംഗം നമ്മളെല്ലാം കേട്ടിട്ടുള്ളതല്ലേ? കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് എത്രയോ തവണ അഴിമതിക്കാരൻ എന്താ പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ചിട്ട്? മുൻ ധനകാര്യമന്ത്രിയെക്കുറിച്ചിട്ട് കേരളത്തിൻ്റെ എവിടെ നിൽക്കുന്നു KM മാണിയും KM മാണിയുടെ പാർട്ടിയും? ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഇനി ഞാൻ വേറൊരു കാര്യം VPP മുസ്തഫയെ ഓർമ്മിപ്പിക്കാൻ, ഈ ആന്തൂരിലെ സാജൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനുണ്ടല്ലോ, അദ്ദേഹം ഒരു ചെറിയ ശ്രീ റോയിയെ പോലുള്ള ആളുകൾ വലിയ ബിസിനസ്സുകാരാണ്. ആന്തൂരിലെ സാജൻ അദ്ദേഹം ചെയ്തിട്ടുള്ള ജോലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറിയ പൈസ വെച്ചിട്ട് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഒരു ലൈസൻസിന് അപ്ലൈ ചെയ്തതാണ്. എവിടെയാണ് ആന്തൂരിലെ സാജൻ്റെ ജീവിത നിലവാരവും സ്ഥിതിയും എത്തിപ്പെട്ടത്? ശ്രീ VPP മുസ്തഫ കേരളത്തിലല്ലേ സംഭവിച്ചത്? VPP മുസ്തഫ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ഒരു RDO എങ്ങനെയാണ് മരണപ്പെട്ടത് ഡോക്ടർ മുസ്തഫ? അതിലാരാണ് പ്രതി ചേർക്കപ്പെട്ടത്? എത്ര ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ടു? കൃഷ്ണദാസ്, താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഞാൻ VPP മുസ്തഫയ്ക്ക് മുമ്പാകെ വെക്കുന്നു, അത് ഞാൻ കേൾപ്പിച്ചു. പക്ഷേ വലിയൊരു കാര്യമാണ് കൃഷ്ണദാസിന് മുമ്പിൽ ഞാൻ ഉയർത്തിപ്പോട്ടെ ഞാനൊന്ന് ഉയർത്തിപ്പോട്ടെ. അങ്ങനെ നവീൻ ബാബു എന്ന് പറയുന്ന RDO എങ്ങനെയാണ് മരിച്ചത് ശ്രീ VPP മുസ്തഫ ഒന്ന് പറയൂ. പിന്നെ അങ്ങ് പറയുന്നത് വലിയ രാഷ്ട്രീയ വേട്ടയാടൽ നടത്തിയെന്നാണല്ലോ. TP ചന്ദ്രശേഖരൻ എങ്ങനെയാണ് മരണപ്പെട്ടത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാവം എഴുത്തുകാരൻ, അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ ബുക്ക് റിലീസ് ചെയ്യാൻ വേണം എന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് VPP മുസ്തഫ? ഇനി അങ്ങയുടെ മുൻപിൽ ഞാൻ ഒരു 100,000 ഉദാഹരണങ്ങൾ നിരത്താം. ഒരു വിദ്യാർത്ഥിയുടെ മരണവുമായി ശരി, ഇതൊക്കെ താങ്കൾ പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞതൊക്കെ ഞാൻ കേൾപ്പിച്ചല്ലോ. പക്ഷെ എനിക്ക് അറിയേണ്ടത് അജിത് പവാറിന്റെ പേരിൽ പറഞ്ഞ 66,000 കോടി എവിടെ? ആ അഴിമതിയുടെ കാര്യങ്ങൾ എവിടെ നിങ്ങൾ കണ്ടെത്തി? അദ്ദേഹം ഇപ്പോൾ എവിടെയായിരുന്നു അതിനുശേഷം? എൻ്റെ ലാലെ, ഈ തരത്തിലുള്ള പ്രചരണത്തിൽ ഈ വാട്സപ്പിൽ കാണുന്ന കാര്യങ്ങളും ഫേസ്ബുക്കിൽ കാണുന്ന കാര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മളൊരു ചാനൽ ചർച്ച നടത്താമോ? ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇതിലൊരു രാഷ്ട്രീയവുമില്ല. ഇതിൽ കേരളം ഭരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലേ? ഒരു മലയാളിയല്ലേ മരണപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ കർണാടകത്തിൽ പോയി അന്വേഷിക്ക്. അജിത് പവാറിന്റെ ചോദ്യം താങ്കൾ വിഴുങ്ങിയോ? അജിത് പവാറിന്റെ 66,000 കോടിയുടെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞ അമിത്ഷാ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നോ? അത് വാട്സപ്പിലെ വെറും മിഥ്യയായിരുന്നോ? എനിക്ക് തോന്നിയതാണോ അത്? ഞാൻ അതുകൊണ്ടല്ലേ നേരത്തെ ശ്രീ അച്യുതാനന്ദൻ്റെ കാര്യം സൂചിപ്പിച്ചത്. അദ്ദേഹമല്ലേ കേരളത്തിലെ സമുന്നതനായിട്ടുള്ള CPM-ന്റെ കേരളത്തിലെ എക്കാലത്തെയും പ്രഗത്ഭനായിട്ടുള്ള മുഖ്യമന്ത്രി? അതെനിക്ക് മനസ്സിലായില്ല. അമിത്ഷായുടെ ചോദ്യം ചോദിച്ചപ്പോൾ താങ്കൾ അതുകൊണ്ടല്ലേ VS-ന്റെ ഒരു പ്രസ്താവന കൊണ്ടുവന്നത്? ടാലിയായി പോയിക്കോട്ടെ എന്നാണോ? അതിന്റെ മറുപടി ഞാൻ VPP-യോട് ചോദിക്കാം. താങ്കൾ ഇതിന്റെ മറുപടി പറയൂ ആദ്യം. അജിത് പവാർ എങ്ങനെയാണ് ഈ വാഷിംഗ് മെഷീൻ പോലെ വെളുത്തത്? മരണപ്പെട്ടു പോയ അദ്ദേഹത്തെ ഞാൻ അപഹസിക്കില്ല.
അദ്ദേഹത്തിന്റെ മരണത്തിൽ നമ്മളൊക്കെ അജിത് ദുഃഖിക്കുന്നുണ്ട്. പവാറിനെ അല്ല ഞാൻ അതുകൊണ്ടാണ് ആ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പരാതി കോൺഗ്രസ്സുകാർക്കോ ഈ CPM-കാർക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനും ഉണ്ടെങ്കിൽ അവർക്ക് ഏതൊക്കെ കോടതിയിൽ പോകാമായിരുന്നു. അങ്ങനെ അജിത് പവാർ വലിയ അഴിമതിക്കാരനാണ്, കേസുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാമല്ലോ. അല്ല, അത് അമിത്ഷായല്ലേ പറഞ്ഞത്? പറഞ്ഞത് അവരല്ലല്ലോ പറഞ്ഞത്. അമിത്ഷായല്ലേ പറഞ്ഞത്? അതിലാരെയെങ്കിലും കുറ്റവിമുക്തനാക്കിയോ ശ്രീലാൽ? അതിൽ നടക്കുന്ന അന്വേഷണത്തെ സംബന്ധിച്ചോ അതിന്റെ നടപടികളെ സംബന്ധിച്ചോ അജിത് പവാറിനെ എപ്പോഴെങ്കിലും കുറ്റവിമുക്തനാക്കി? അജിത് പവാർ പിന്നെ എന്തായിരുന്നു പിന്നീട്? അജിത് പവാറിന്റെ പദവികൾ എന്തായിരുന്നു? അജിത് പവാറിനെ മാറ്റി നിർത്തിയോ നിങ്ങൾ? അദ്ദേഹത്തിന്റെ പാർട്ടിയെ നിങ്ങൾ നിങ്ങളുടെ ഘടകകക്ഷിയാക്കി, അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാക്കി, അദ്ദേഹത്തെ ഉപയോഗിച്ച് നിങ്ങൾ ഭരണം പിടിച്ചു. നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഈ കാര്യത്തെക്കുറിച്ച് പിന്നെ മിണ്ടിയോ? എന്ത് അന്വേഷണം നടന്നു? അതിന്റെ തുടർ അന്വേഷണം എന്തായിരുന്നു? ഞാൻ അതുകൊണ്ടാണ് ലാലെ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രീ ജോസ് കെ മാണിയുടെ കാര്യം അങ്ങയോട് സൂചിപ്പിച്ചത്. അപ്പോൾ അങ്ങേക്ക് താല്പര്യം അത് പറയാനല്ല, അങ്ങേക്ക് താല്പര്യം മറ്റു കാര്യങ്ങൾ ചോദിക്കാനാണ്. ഞാൻ ഡോക്ടർ റോയിയുടെ മരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പ്രമുഖനായിട്ടുള്ള സംരംഭകനെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ജീവഹാനിയെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ഗവൺമെൻറ് അന്വേഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. കർണാടകത്തിൽ നിങ്ങളുടെ ഒപ്പം പക്ഷേ കേരളത്തിലെ ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിക്കും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസികൾ നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു. അതുപയോഗിച്ച് വ്യവസായികളുടെ ഇവിടുത്തെ സാഹചര്യങ്ങളെ നിങ്ങൾ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ആ ഏജൻസികളെ ഉപയോഗിച്ചാണോ ഇദ്ദേഹത്തിനും ജീവഹാനി ഉണ്ടായത് എന്നത് കൂടി ഇപ്പോൾ അന്വേഷിക്കണം എന്നാണ്. അത് കേരളത്തിലെ ഗവൺമെന്റ് ആണോ അന്വേഷിക്കേണ്ടത്? അത് കേരളത്തിലെ ഗവൺമെന്റ് ആണോ അന്വേഷിക്കേണ്ടത്? അല്ലല്ല ലാലെ, നിങ്ങൾക്കിപ്പോൾ പേടിയുണ്ടാകും. അതിൻ്റെ കാരണം നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രചരണ പ്രതലം സൃഷ്ടിക്കണം. അതിൻ്റെ കാരണം ശബരിമലയിൽ ED നടത്തുന്ന അന്വേഷണമാണ്. അപ്പോൾ ശബരിമലയിൽ EDയും ഇൻകം ടാക്സും എല്ലാം ഇപ്പോൾ വലിയ കുഴപ്പക്കാരാണ് എന്ന് വരണമല്ലോ. നിങ്ങൾക്ക് അതിൻ്റെ പ്രചരണത്തിൻ്റെ തുടക്കമല്ലേ ഇത്? അപ്പോൾ ആ പ്രചരണത്തിന് ഇവിടെ ഒരു പുകമറ സൃഷ്ടിക്കണമെങ്കിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട റോയിയുടെ മരണത്തെ സംബന്ധിച്ച് ഇവിടെ ആദ്യമേ തന്നെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. അത് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ രാഷ്ട്രീയം അതാണ്, നിങ്ങളത് ചെയ്തോളൂ, അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയത്തെക്കാളൊക്കെ അപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുതകൾ അന്വേഷിക്കേണ്ടത് കർണാടകത്തിലെ ഗവൺമെൻറ്റോ അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ ഗവൺമെൻറ്റിനുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് സർക്കാരോട് ആവശ്യപ്പെടാമല്ലോ. കർണാടകത്തിലെ സർക്കാരുമായി കോൺഗ്രസ് സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് അതിൽ അന്വേഷണം നടത്തി കുറ്റക്കാരായിട്ടുള്ളവരെ ശിക്ഷിക്കാൻ